നാടിന്റെ പുരോഗതിയും വികസനക്ഷേമ രംഗങ്ങളിൽ പുതുചരിത്രവും എഴുതിയ രണ്ടാം പിണറായി സർക്കാർ വമ്പിച്ച ജനപിന്തുണയോടെ 2024 വരവേൽക്കുകയാണ്. നവകേരള നിർമ്മിതി എന്ന വലിയ ലക്ഷ്യത്തിന് കരുത്തു പകരുന്ന നിരവധി പദ്ധതികൾക്ക് തുടക്കവും മുന്നേറ്റവും ഉറപ്പാക്കിയ സർക്കാർ 2023 നവകേരള സദസ്സും കേരളീയം പോലുള്ള പുതുമയാർന്ന പരിപാടികളും നടപ്പിലാക്കി. പോയ വർഷത്തെ സർക്കാരിന്റെ പ്രധാനപ്പെട്ട പദ്ധതികളും മുന്നേറ്റങ്ങളും അടയാളപ്പെടുത്തുകയാണ് ഇന്നത്തെ പ്രിയ കേരളത്തിൽ. ഏവർക്കും സ്വാഗതം. ആഗോള നിലവാരത്തിലുള്ള കേരള മാതൃകകൾക്കാണ് 2023 കേരളം സാക്ഷിയായത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മുതൽ IT നയം വരെ യാഥാർത്ഥ്യമാക്കിയ നമ്മുടെ സർക്കാർ വൃത്തിക്കും അഭിവൃദ്ധിക്കുമായി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയത്. മാലിന്യമുക്തം നവകേരളം, താലൂക്ക് അദാലത്ത്, ഡിജി കേരളം എന്നിവയെല്ലാം ആ ഗണത്തിൽ ഉൾപ്പെടുന്നു. കാണാം ആ വിശേഷങ്ങൾ ഇനി പ്രിയ കേരളത്തിലൂടെ. കേരളത്തിന്റെ വികസന സങ്കല്പങ്ങൾക്ക് പുത്തൻ പ്രതീക്ഷകൾ നൽകിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി യാഥാർത്ഥ്യത്തോടടുക്കുന്നത്. തുറമുഖത്തിനാവശ്യമായ ക്രെയിനുകളുമായി ഒക്ടോബർ 15 ചൈനയിലെ ഷാൻഘായിൽ നിന്നുള്ള ആദ്യ കപ്പൽ ഷെൻഹുവ 15 വിഴിഞ്ഞം തുറമുഖത്തെത്തിയതിനെ നാട് ഉത്സവ ഛായയോടെയാണ് വരവേറ്റത്. ബെർത്തിന്റെയും പുലിമൂട്ടുകളുടെയും നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കേരളത്തിന്റെ സാമ്പത്തിക കുതിപ്പിന്റെയും പുരോഗതിയുടെയും ചാലകശക്തിയായ വിഴിഞ്ഞം അതിന്റെ വികസന പ്രയാണം ആരംഭിക്കും. ഡ്രഡ്ജിംഗ് ആവശ്യമില്ലാത്ത സ്വാഭാവിക ആഴം 20 മീറ്ററിലധികമുള്ള അന്താരാഷ്ട്ര കപ്പൽചാലിനോട് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടെയ്നർ തുറമുഖവും ലോകത്തെ രണ്ടാമത്തെ തുറമുഖവുമാണ് വിഴിഞ്ഞം. യൂറോപ്പിലേക്കും ഗൾഫ് മേഖലയിലേക്കും കടക്കാൻ വെറും 10 നോട്ടിക്കൽ മൈൽ മാത്രം ദൂരമുള്ള വിഴിഞ്ഞത്തെ 6 കിലോമീറ്റർ ദൂരം നദീതട പ്രദേശമാണ്. 400 ഏക്കർ കണ്ടെയ്നർ യാർഡും ബങ്കറിംഗ് സൗകര്യവും ഒരുക്കുന്ന തുറമുഖം തലസ്ഥാന നഗരത്തിൽ നിന്നും വെറും 16 കിലോമീറ്റർ അകലെയാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക, വ്യാവസായിക, ടൂറിസം രംഗങ്ങളിൽ വലിയ പുരോഗതി സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന വിഴിഞ്ഞം പദ്ധതിക്ക് 7,700 കോടി രൂപയാണ് മുതൽ മുടക്ക്. ഇതിൽ 4,600 കോടി രൂപ സംസ്ഥാന സർക്കാരും വയബിലിറ്റി ഗ്യാപ് ഫണ്ട് വ്യവസ്ഥയിൽ 818 കോടി രൂപ കേന്ദ്ര സർക്കാരും നൽകുമ്പോൾ ബാക്കി തുക നൽകി അദാനി ഗ്രൂപ്പാണ് നിശ്ചിത കാലത്തേക്ക് വിഴിഞ്ഞം തുറമുഖം നടത്തുന്നത്. വിഴിഞ്ഞം തുറമുഖം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്നതോടെ വ്യാവസായിക വാണിജ്യ മേഖലയിലും ടൂറിസം രംഗത്തും കേരളം തുറക്കുന്നത് മുന്നേറ്റത്തിന്റെ പുതിയ പാത കൂടിയാകുമെന്ന കാര്യം ഉറപ്പാണ്. നൂതന സാങ്കേതിക വിദ്യാ മേഖലകളിൽ പുതിയ സാധ്യതകൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ പുതിയ IT നയം ആവിഷ്കരിച്ചിരിക്കുന്നത്. IT പാർക്കുകളിൽ കമ്പനികൾക്ക് നൽകുന്ന അതേ ഇളവുകൾ സ്വകാര്യ IT പാർക്കുകൾക്കും അനുവദിക്കാൻ നിർദ്ദേശിക്കുന്ന IT നയം 5 വർഷത്തിനുള്ളിൽ 5 ലക്ഷം പേർക്ക് തൊഴിലും 10% കൂടുതൽ കയറ്റുമതിയും ലക്ഷ്യമിടുന്നു. തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് ഫേസ് 3 മുതൽ കൊല്ലം വരെയും, ചേർത്തല മുതൽ എറണാകുളം വരെയും, എറണാകുളം മുതൽ കൊരട്ടി വരെയും, കോഴിക്കോട് മുതൽ കണ്ണൂർ വരെയും IT ഇടനാഴി പദ്ധതി ആവിഷ്കരിക്കും. ചെറുനഗരങ്ങളിൽ കോവർക്കിംഗ് സ്പേസുകൾ വികസിപ്പിക്കും. IT പാർക്കുകൾക്ക് സമാനമായി സ്വകാര്യ AVGC പാർക്കുകൾ സ്ഥാപിക്കുവാനും IT നയം പ്രോത്സാഹനം നൽകുന്നു. ആഗോള പ്രേക്ഷകർക്ക് മുന്നിൽ കേരളത്തിന്റെ സംസ്കാരത്തെയും കലകളെയും എത്തിക്കുന്നതിന് പുതിയ സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കി നൽകും. റോബോട്ടിക് പഠനവും ഡിജിറ്റൽ മാധ്യമ സാക്ഷരതയും സൈബർ സുരക്ഷയും സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നുകൂടിയാണ് IT നയത്തിലെ നിർദ്ദേശം. സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 20,000 ഉയർത്താനും 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനും ലക്ഷ്യമിടുന്ന IT നയം 10,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ വിവര സാങ്കേതിക രംഗത്ത് പുത്തൻ സാധ്യതകൾ തുറന്നിടുന്ന IT നയം നവകേരളത്തിനായുള്ള ചുവടുവയ്പുകളിൽ കൂടുതൽ കരുത്തു പകരുകയാണ്. മാലിന്യ വിമുക്ത കേരളത്തിനായി കൈകോർക്കുകയാണ് മലയാളികൾ.
പൊതുസമൂഹവും തദ്ദേശഭരണ സ്ഥാപനങ്ങളും കൈകോർത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെ 2024 മാർച്ച് മാസത്തോടെ കേരളത്തെ മാലിന്യ വിമുക്തമാക്കുന്നതിനായി മാലിന്യമുക്തം നവകേരളം എന്ന പദ്ധതി നടപ്പിലാക്കുകയാണ് നമ്മുടെ സർക്കാർ. 3 ഘട്ടങ്ങളിലായുള്ള പ്രവർത്തനങ്ങൾ. വീടുകളിലും സ്ഥാപനങ്ങളിലും ജൈവമാലിന്യത്തിന്റെ പൂർണ്ണമായ സംസ്കരണം മുതൽ മാലിന്യത്തെ വളമാക്കി മാറ്റുന്ന പ്രവർത്തനം വരെ ഉറപ്പാക്കുന്ന പദ്ധതി നിർവഹണത്തിൽ അജൈവ മാലിന്യത്തിന്റെ വാതിൽപ്പടി ശേഖരണം ഇതിനകം കേരളം ഉറപ്പാക്കി കഴിഞ്ഞു. ഹരിതകർമ്മസേനയിലൂടെയാണ് വാതിൽപ്പടി ശേഖരണം നാം യാഥാർത്ഥ്യമാക്കുന്നത്. വീടും പരിസരവും മാത്രമല്ല, നാടും നാട്ടിടവഴികളും കായലും നദികളും ഒക്കെ മാലിന്യമുക്തമാക്കുകയാണ് കേരളം. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി MCF, RRF അഥവാ പാഴ്വസ്തു സംഭരണം, തരംതിരിവ് കേന്ദ്രങ്ങളുടെ പ്രവർത്തനം എന്നിവ സജീവമാക്കിയ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ജൂലൈ 1 മുതൽ ഡിസംബർ 31 വരെ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ 2ാം ഘട്ടം നടപ്പിലാക്കി. 2023 ഡിസംബർ 31 മുതൽ 2024 മാർച്ച് 30 വരെയാണ് മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ 3ാം ഘട്ടം. ഈ നിർവഹണ ഘട്ടത്തിൽ മാലിന്യ സംസ്കരണത്തിൽ ഡിജിറ്റൽ മോണിറ്ററിംഗ് സൗകര്യം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തും. കാലപ്പഴക്കം ചെന്ന മാലിന്യ കൂനകളിലും മാലിന്യ കേന്ദ്രങ്ങളിലും മൈനിംഗ് നടത്തി ഭൂമി വീണ്ടെടുക്കൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാവും അന്തിമഘട്ടത്തിൽ സംഘടിപ്പിക്കുന്നത്. മാലിന്യമുക്തമായ ഒരു പുതിയ കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ് ഈ ചുവടുവയ്പുകൾ. അതിലൂടെ കേരളത്തിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് ഈ മുന്നേറ്റം. സംസ്ഥാന മന്ത്രിസഭയുടെ 2ാം വാർഷികത്തോടനുബന്ധിച്ചാണ് കരുതലും കൈത്താങ്ങും എന്ന പേരിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ താലൂക്ക് തല അദാലത്തുകൾ സംഘടിപ്പിച്ചത്. മെയ് 2 മുതൽ ജൂൺ 4 വരെ 1 മാസം നീണ്ട അദാലത്തുകളിൽ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും നേരിട്ട് നേതൃത്വം നൽകി. വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് 27 വിഷയങ്ങളിൽ 76,551 പരാതികളാണ് താലൂക്ക് തല അദാലത്തിൽ പരിഗണിക്കപ്പെട്ടത്. പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള നഷ്ടപരിഹാരം, സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശിക ലഭിക്കൽ, മുൻഗണനാ റേഷൻ കാർഡുകൾ, സാങ്കേതിക പ്രശ്നത്തിന്റെ പേരിൽ തടഞ്ഞുവെച്ച പ്രളയ ധനസഹായം, സ്കോളർഷിപ്പ് കുടിശ്ശിക, കുടിവെള്ള കണക്ഷനും ബില്ലുമായി ബന്ധപ്പെട്ട പരാതികൾ, മരമുറിക്കലുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, പുരയിടത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കൽ, റവന്യൂ റീസർവേ, ഭൂമി പോക്കുവരവ് ചെയ്യൽ, കുടിവെള്ള പ്രശ്നം, ഓടകളുടെ പുനഃസ്ഥാപനം, കെട്ടിട നമ്പർ എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പരാതികൾ സ്വീകരിച്ച് സമയബന്ധിതമായി തീർപ്പാക്കി. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്ന അദാലത്തുകളിൽ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്കാണ് സർക്കാർ ഊന്നൽ നൽകിയത്. സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള ജനങ്ങളുടെ പരാതികൾ നേരിട്ടറിഞ്ഞ് പരിഹാരം നിർദ്ദേശിച്ച മന്ത്രിമാർ സേവനം പൗരന്റെ അവകാശമാണെന്നും സർക്കാർ അത് കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ആവർത്തിച്ചുറപ്പിച്ചു. ഇതിന്റെ തുടർച്ചയായി മന്ത്രിസഭ ഒന്നടങ്കം വർഷാവസാനം സംസ്ഥാനത്തുടനീളം 36 ദിവസം നവകേരള സദസ്സ് സംഘടിപ്പിച്ചു. അങ്ങനെ ജനസഹസ്രങ്ങളുടെ ആഘോഷമാകുകയാണ് ജനാധിപത്യ സർക്കാരിന്റെ തുടർഭരണം. 2024 ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാകാൻ കേരളത്തെ സജ്ജമാക്കുന്ന പദ്ധതിയാണ് ഡിജി കേരളം. രാജ്യത്തെ തന്നെ ആദ്യ ഉദ്യമം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായ തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ പഞ്ചായത്തിലെ പദ്ധതിയുടെ ചുവട് പിടിച്ചാണ് നമ്മുടെ സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഡിജിറ്റൽ പര്യാപ്തതയിലൂടെ സാധാരണക്കാരന്റെ ജീവിതം മെച്ചപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതി പ്രകാരം സ്മാർട്ട് ഫോൺ ഉപയോഗം, വാട്സാപ്പ് ഓഡിയോ വീഡിയോ കോൾ, ഫോട്ടോയും വീഡിയോയും ഡൗൺലോഡ് ചെയ്യൽ, യൂട്യൂബ്, ഫേസ്ബുക്ക് എന്നിവ പരിചയപ്പെടുത്തൽ, ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ മനസ്സിലാക്കൽ തുടങ്ങിയവ ഉറപ്പുവരുത്തുന്നു. പ്രാദേശികാടിസ്ഥാനത്തിൽ പ്രത്യേക വോളണ്ടിയർമാരാണ് പ്രായഭേദമന്യേ എല്ലാവർക്കും ഡിജിറ്റൽ സാക്ഷരത ഉറപ്പാക്കുന്നതിനുള്ള പരിശീലനം നൽകുന്നത്. കണക്ടിവിറ്റിക്കൊപ്പം ഇന്റർനെറ്റ് സങ്കേതങ്ങളും നൂതന സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കാൻ ഡിജി കേരളം പദ്ധതി ഏവരെയും പ്രാപ്തരാക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ സാക്ഷരത അർത്ഥവത്താകണമെങ്കിൽ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗം കൂടി അറിയണമെന്ന വർത്തമാന കാഴ്ചപ്പാട് കെ-ഫോൺ കണക്ഷനിലൂടെയും ഡിജി കേരളത്തിലൂടെയും നമ്മുടെ സർക്കാർ യാഥാർത്ഥ്യമാക്കുകയാണ്. വികസന ചരിത്രത്തിൽ പോയ വർഷം കേരളം രാജ്യത്തിന് സമ്മാനിച്ച പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. 2023 സംസ്ഥാന സർക്കാർ യാഥാർത്ഥ്യമാക്കിയ കൊച്ചി വാട്ടർ മെട്രോ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു. അതുപോലെ കെ-ഫോൺ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞം 1ാം ഘട്ടം, ലൈഫ് മിഷൻ, സ്റ്റാർട്ടപ്പ് തുടങ്ങിയ പദ്ധതികൾക്കും മികച്ച പുരോഗതി നമ്മുടെ സർക്കാർ ഉറപ്പാക്കി.
അതിൻ്റെ ഹ്രസ്വ കാഴ്ചകൾ കാണാം ഇനി പ്രിയ കേരളത്തിൽ. ഇന്ത്യയിലെ ഒന്നാമത്തെ വാട്ടർ മെട്രോ, ഏഷ്യയിലെ ആദ്യത്തെ സംയോജിത ജലഗതാഗത ശൃംഖല, ആഗോളതലത്തിൽ ഇലക്ട്രിക് ബോട്ടുകളുടെ ഏറ്റവും വലിയ സമുച്ചയം, ലോക ജനതയ്ക്ക് മുന്നിൽ കേരളം സമർപ്പിക്കുന്ന മറ്റൊരു മോഡൽ കൊച്ചി വാട്ടർ മെട്രോ, വിവിധ ദ്വീപ് നിവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം, കൊച്ചിയുടെ വശ്യമനോഹരമായ സൗന്ദര്യം നുകർന്ന് കായൽ സഞ്ചാരം നടത്താൻ അവസരം, ടൂറിസം സാധ്യതകളുടെ പുതിയ അധ്യായം, തദ്ദേശീയരുടെ ജീവിത നിലവാരത്തിലുണ്ടാക്കുന്ന ഉയർച്ച, അങ്ങനെ സർവ്വവ്യാപിയായ ഉണർവിന്റെ ഓളപ്പരപ്പുകൾ ഇളക്കി വരികയാണ് വാട്ടർ മെട്രോ. ജനം ഇരുകൈയും നീട്ടി സ്വീകരിച്ച ഗതാഗത സംവിധാനം. 6 മാസം കൊണ്ട് മൊത്തം 10 ലക്ഷം യാത്രക്കാർ. തുടക്കം മുതൽ ദേശീയ അന്തർദേശീയ ആദരങ്ങളുടെ അനുയാത്ര. ഇലക്ട്രിക് ബോട്ടുകൾക്കായുള്ള രാജ്യാന്തര പുരസ്കാരമായ ഗുസീസ് ഇലക്ട്രിക് അവാർഡ്, ഇക്കണോമിക് ടൈംസിന്റെ എനർജി ലീഡർഷിപ്പ് അവാർഡ്, മാരിടൈം മേഖലയിലെ ഷിപ്പ് ടെക് അവാർഡ്, ഇന്റർനാഷണൽ പ്രോജക്ട് മാനേജ്മെന്റ് അസോസിയേഷൻ അംഗീകാരം. പുരസ്കാരങ്ങളുടെ നീണ്ട നിര പിന്നെയും നീളുന്നു. പദ്ധതി പൂർത്തിയാകുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായതാകാൻ പോകുന്ന ഉൾനാടൻ ജലഗതാഗത ശൃംഖല. വികസനത്തിന്റെ പുതിയ തീരങ്ങളിലേക്ക് കേരളത്തെ നയിച്ചുകൊണ്ടുപോകുന്ന മറ്റൊരുദ്യമം കൊച്ചി വാട്ടർ മെട്രോ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ പ്രഥമ തീരുമാനമായിരുന്നു അതിദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞം. ആശ്രയ, അഗതിരഹിത കേരളം, വിശപ്പുരഹിത കേരളം തുടങ്ങി അതിദാരിദ്ര്യമില്ലാതാക്കാൻ കേരളം നടത്തിയ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായുള്ള പദ്ധതി. 5 വർഷം കൊണ്ട് സംസ്ഥാനത്തെ അതിദരിദ്രരെ കണ്ടെത്തി അതിജീവന പദ്ധതികൾ നടപ്പിലാക്കി അവരെ മുഖ്യധാരയിലേക്ക് ഉയർത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായി ജനകീയ പങ്കാളിത്തത്തോടെയും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയും ആദ്യഘട്ടം നമ്മുടെ സർക്കാർ 2023 പൂർത്തിയാക്കി കഴിഞ്ഞു. സംസ്ഥാനത്ത് 64,006 കുടുംബങ്ങളിലായി 1,03,099 വ്യക്തികളാണ് അതിദാരിദ്ര്യത്തിന്റെ തീഷ്ണത അനുഭവിക്കുന്നതെന്നാണ് കണ്ടെത്തൽ. അവ പരിഹരിക്കുന്നതിനുള്ള അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി അതിന്റെ ലക്ഷ്യത്തോടടുക്കുകയാണ്. ഭൂരഹിത ഭവനരഹിതരായ 11,340 കുടുംബങ്ങൾക്ക് ലൈഫ് പദ്ധതിയിലൂടെ വീടുകൾ നൽകാൻ നടപടി സ്വീകരിച്ച സർക്കാർ അതിദാരിദ്ര്യ കുടുംബങ്ങൾക്ക് റേഷനും ആരോഗ്യ പരിരക്ഷയും വാതിൽപ്പടിയിലെത്തിച്ചു. സർക്കാർ തൊഴിൽ ശേഷിയുള്ളവർക്ക് ലേബർ കാർഡും വനിതകൾക്ക് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിൽ അംഗത്വവും നൽകി. 30,658 കുടുംബങ്ങളെ ഒന്നാം ഘട്ടത്തിൽ നമ്മുടെ സർക്കാർ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യ സുരക്ഷ, വരുമാനം എന്നിവ ഉറപ്പാക്കാനുള്ള പദ്ധതിയിൽ ഇതിനകം 47.89% നേട്ടം കൈവരിച്ച കേരളം 2025 കേരളപ്പിറവി ദിനത്തിൽ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. അങ്ങനെ ഭക്ഷണം, വാസസ്ഥലം, വരുമാനം, ആരോഗ്യസ്ഥിതി എന്നിവയെ അടിസ്ഥാനമാക്കി അതിദരിദ്രരെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കണ്ടെത്തിയ 64,006 കുടുംബങ്ങൾക്ക് കേരളം പുതുജീവൻ ഉറപ്പാക്കുകയാണ്. അതിലൂടെ നാം നേടുന്നത് വെറും നേട്ടമല്ല, അതിദരിദ്രരില്ലാത്ത കേരളം എന്ന ജനാധിപത്യത്തിന്റെ സ്വപ്നമാണ്. അസാധ്യമെന്ന് എഴുതിത്തള്ളിയ എല്ലാവർക്കും വീട് എന്ന സ്വപ്നം സാധ്യമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ലൈഫ് സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയിലൂടെ കേരളം. 3 ലോകരാജ്യങ്ങൾക്ക് പഠിക്കുവാൻ കേരള പാഠാവലിയിലെ മറ്റൊരധ്യായം. എല്ലാവർക്കും സുരക്ഷിതവും മാന്യവുമായ വീടുകൾ എന്ന ലക്ഷ്യത്തോടെ 2017 ഒന്നാം പിണറായി വിജയൻ സർക്കാർ ലൈഫ് പദ്ധതി ആരംഭിച്ചു. ഇതുവരെ 3.5 ലക്ഷത്തിലേറെ ഗുണഭോക്താക്കൾക്ക് വീടായി. 1,20,000-ലേറെ വീടുകൾ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. ലൈഫ് മിഷൻ പ്രവർത്തനം കണ്ട് ആവേശഭരിതരായ പൊതുജനം കൂടി അതിൽ പങ്കാളികളായി എന്നതാണ് കേരളം കാണിക്കുന്ന മറ്റൊരു മാതൃക. മനസ്സോടിത്തിരി മണ്ണ് എന്ന ക്യാമ്പയിനിലൂടെ നിരവധി സംഘടനകളും സുമനസ്സുകളും ഇതിൽ അണിചേർന്ന് ഭൂമി ദാനം ചെയ്തു. ലൈഫ് ഗുണഭോക്താക്കൾക്ക് വീടിന്റെ പുരപ്പുറത്ത് നിന്ന് സൗരോർജ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് സ്വന്തമായി ഉപയോഗിക്കാനും ബാക്കി വരുന്നത് വിറ്റ് വരുമാനമുണ്ടാക്കാനും കഴിയുന്ന അനർട്ട് പദ്ധതി
ലൈഫിലേക്ക് സുസ്ഥിര വികസനത്തിന്റെ സാധ്യത കൂടി എഴുതി ചേർത്തു. ലൈഫ് പദ്ധതി ലക്ഷ്യത്തിലേക്ക് വളരെ വേഗം അടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും വീടുള്ള കേരളം ഇനി അധികം ദൂരത്തിലല്ല. മനുഷ്യപക്ഷ വികസന ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലുകൂടി നമ്മുടെ മണ്ണിൽ നാളത്തെ ലോകം കാണും. പ്രിയ കേരളത്തിൽ ഇനിയൊരു ഇടവേള. വലിയ തോതിൽ വികസിക്കുക, 1000 വ്യവസായങ്ങൾ, അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. മാലിന്യ നിർമ്മാർജ്ജനം എന്നത് ശാസ്ത്രീയമായി തന്നെ ഈ സംസ്കരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനാണ്. രാജ്യത്താദ്യമായി ഭിന്നശേഷി സൗഹൃദമായ ഒരു ഗതാഗത സംവിധാനമായി വാട്ടർ മെട്രോ മാറുകയാണ്. വിഴിഞ്ഞം നമ്മുടെ സങ്കല്പത്തിനപ്പുറത്താണ് ഈ വരാൻ പോകുന്ന യാഥാർത്ഥ്യം. ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ഡെസ്റ്റിനേഷനുകൾ നല്ല രീതിയിൽ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാണുക നാം മുന്നോട്ട്. നാടിന്റെ പുരോഗതി ഉറപ്പാക്കുന്ന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുവാനുള്ള ഉറച്ച കാൽവയ്പും അർഹമായ ഗ്രാന്റ് പോലും നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെയുള്ള പ്രതികരണങ്ങളും പ്രതിസന്ധികളുടെ അതിജീവനവും എല്ലാം ഉൾപ്പെടുന്നതായിരുന്നു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് 2023. കേരളീയം, നവകേരള സദസ് എന്നീ മുന്നേറ്റങ്ങളും ഈ വർഷത്തെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. കാണാം ആ വിശേഷങ്ങൾ. കേരളം ഇതുവരെ കൈവരിച്ച നേട്ടങ്ങളും കലാസാംസ്കാരിക വൈവിധ്യവുമെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ ലോകത്തിന് മുന്നിലെത്തിച്ച മലയാളത്തിന്റെ മഹോത്സവം. കലാവിസ്മയങ്ങളും അറിവും സാങ്കേതികതയും രുചി വൈവിധ്യങ്ങളും നിറഞ്ഞ 7 ദിനരാത്രങ്ങൾ. ഭാഷ മുതൽ ദേശം വരെ അടയാളപ്പെടുത്തുന്ന സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സമന്വയം. അതായിരുന്നു മലയാളത്തിന്റെ ആദ്യ കേരളീയം. കാർഷിക രംഗം മുതൽ ലിംഗസമത്വം വരെ ഉൾപ്പെടുന്ന 25 സെമിനാറുകളിൽ ഡോക്ടർ ഗോപാൽ ഗുരു, അബ്ബാസ് ജിബ്രിഫാത്ത് തുടങ്ങി ഡോക്ടർ മധുര സ്വാമിനാഥൻ വരെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. ഡിസ്കണക്ട് വ്യവസായ പ്രദർശനം മുതൽ റീൽസ് ഓഫ് ചാലഞ്ച് വരെ ഉൾക്കൊള്ളുന്നതാണ് കേരളീയത്തിലെ 25 എക്സിബിഷനുകൾ. അപൂർവ പ്രതിഭകളുടെ കലാവൈവിധ്യമായിരുന്നു എക്സിബിഷനുകളുടെ സവിശേഷത. വ്യത്യസ്ത തീമുകളിലുള്ള ഇൻസ്റ്റലേഷനുകൾ, ട്രേഡ് ഫെയറുകൾ, കൾച്ചറൽ ഫെസ്റ്റ്, ഫുഡ് ഫെസ്റ്റിവൽ, പുഷ്പമേള, ചലച്ചിത്രോത്സവം തുടങ്ങി കലാസാങ്കേതിക വിദ്യകളുടെ ഒരു വിശാല ലോകമാണ് ജനങ്ങൾക്ക് മുന്നിൽ കേരളീയത്തിലൂടെ നമ്മുടെ സർക്കാർ തുറന്നിട്ടത്. വിവിധ കേന്ദ്രങ്ങളിലായി 150 സ്റ്റോളുകൾ, 2000 വിഭവങ്ങൾ, സഹകരണ വകുപ്പിന്റെ പ്രത്യേക ഭക്ഷ്യമേള, പാചക വിദഗ്ധരുടെ ഫുഡ് ഷോ, പെറ്റ് ഫുഡ് ഫെസ്റ്റിവൽ തുടങ്ങിയവ ഉൾപ്പെട്ട കേരളീയം 4000-ലധികം കലാകാരന്മാരുടെ സംഗമവേദി കൂടിയായി. തലസ്ഥാന നഗരിയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളെല്ലാം ഈ കലാമാമാങ്കത്തിന് വേദിയായി. ദീപാലങ്കാരത്തിൽ കുളിച്ച നഗരവീഥികളിൽ കാഴ്ചകൾ കാണാൻ ജനം ഒഴുകിയെത്തി. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പ്രശസ്തർ കേരളീയത്തിന് ആശംസയുമായി എത്തി. അങ്ങനെ മലയാളത്തിന്റെ മഹോത്സവം തന്നെയായിരുന്നു കേരളീയം 2023. ലോക ജനാധിപത്യത്തിന് തന്നെ പുത്തൻ അനുഭവം സമ്മാനിച്ച് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു ബസ്സിൽ കേരളത്തിലെ മുഴുവൻ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് ജനങ്ങളുമായി സംവദിച്ച അപൂർവ ജനനേതൃസംഗമം. മുപ്പത്തിയാറ് ദിവസങ്ങൾ, 589 കിലോമീറ്ററുകൾ, 140 അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ. കാസർകോട്ടെ പൈവളികയിൽ നിന്നും ആരംഭിച്ച യാത്ര അവസാനിച്ചത് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിലാണ്. പ്രഭാത സദസ്സുകൾ, നിവേദനം സ്വീകരിക്കൽ, പൊതുയോഗം, ദിവസവും വാർത്താ സമ്മേളനം എന്നിങ്ങനെ ഭരണനിർവഹണത്തിൽ പാരസ്പര്യം വളർത്താനുള്ള നാടിന്റെ ഉദാത്ത മാതൃകയായിരുന്നു നവകേരള സദസ്സ്. ജനസഞ്ചയങ്ങളാണ് ഓരോ ചുവടിലും ഈ പരിപാടിക്ക് പിന്തുണയേകിയത്.
പുത്തൻ ആശയങ്ങൾ കൊണ്ടും നിർദ്ദേശങ്ങൾ കൊണ്ടും സമൃദ്ധമായിരുന്നു നവകേരള സഭയിലെ പ്രഭാത സദസ്സുകൾ. നാട്ടിലെ പ്രമുഖ വ്യക്തികളും പ്രതിഭകളും ഉൾപ്പെടുന്ന കൂട്ടായ്മകൾ, നാടിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനായി അവർ പങ്കുവച്ച ആശയങ്ങൾ, അതേറ്റെടുത്ത ഭരണ നേതൃത്വം. വിവിധ ജില്ലകളിൽ നിന്നായി 6,21,270 പരാതികളാണ് നവകേരള സദസ്സിൽ ലഭിച്ചത്. ഇതിൽ ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്, 80,885 പരാതികൾ. ഏറ്റവും കുറവ് വയനാട്ടിൽ 18,823. എളുപ്പത്തിൽ പരിഹാരം കാണാൻ കഴിയുന്നവയ്ക്ക് അപ്പോൾ തന്നെ പരിഹാരം കണ്ടും കാലതാമസം നേരിടുന്നവ ഏറ്റവും കുറഞ്ഞ കാലയളവിൽ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചും സാമ്പത്തിക ബാധ്യത വരുന്ന സഹായങ്ങൾ വരെ ഏറ്റെടുത്തും നവകേരള സദസ്സിലൂടെ സംസ്ഥാന സർക്കാർ ജനവിശ്വാസം വർദ്ധിപ്പിച്ചു. നവകേരളത്തിനായി ജനഹൃദയങ്ങളിലൂടെയുള്ള പ്രയാണം, അതായിരുന്നു സർക്കാരിന്റെ ജനകീയ സദസ്സുകൾ. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം ഇന്ന് ലോകത്തിന്റെ പാഠപുസ്തകമാണ്. മികവിന്റെ ആ പാരമ്പര്യത്തെ ലോക നിലവാരത്തിലേക്ക് എത്തിക്കുന്ന പശ്ചാത്തല വികസനമായിരുന്നു കഴിഞ്ഞ 7 വർഷം കൊണ്ട് സംഭവിച്ചത്. ആധുനികമായ കെട്ടിടങ്ങളും സ്മാർട്ട് ക്ലാസ് റൂമുകളുമായി അമ്പരപ്പിക്കുന്ന മാറ്റമാണ് വിദ്യാഭ്യാസ മേഖലയിലുണ്ടായത്. കൂടുതൽ ആധുനീകരണവുമായി മുന്നോട്ട് കുതിക്കുകയാണ് നമ്മുടെ വിദ്യാലയങ്ങൾ. പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനം നിലയ്ക്കുന്നില്ല. നാടിന്റെ മുക്കിലും മൂലയിലും മനോഹരമായ സ്കൂൾ കെട്ടിടങ്ങൾ ഇപ്പോഴും ഉയരുന്നു. പ്രീ പ്രൈമറി സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ വർണ്ണക്കൂടാരം പദ്ധതി. പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള 30 ലക്ഷത്തോളം കുട്ടികൾക്ക് മുടങ്ങാതെ ഉച്ചഭക്ഷണം, 10 ലക്ഷത്തോളം കുട്ടികൾക്ക് യൂണിഫോമിന് സൗജന്യമായി കൈത്തറി തുണി. രൂപത്തിൽ മാത്രമല്ല, ഉള്ളടക്കത്തിലും ഏറ്റവും നവീനമാവുകയാണ് നമ്മുടെ വിദ്യാഭ്യാസം. അടുത്ത അധ്യയന വർഷം മുതൽ പുതുക്കിയ പാഠ്യപദ്ധതി, കണക്കും ഭാഷയും മികവുറ്റതാക്കാൻ ഓരോ തലത്തിലും സവിശേഷ പരിപാടികൾ. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെ കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്താനുള്ള ശ്രമങ്ങൾ. 45,000 ക്ലാസ് മുറികൾ ഹൈടെക്കാക്കി. സ്കൂൾ ലാബുകൾക്കായി പുതുതായി 16,500 ലാപ്ടോപ്പുകൾ. എല്ലാ മേഖലകളിലും നൂതനമായ ഇടപെടലുകൾ. അലകും പിടിയും മാറി നമ്മുടെ പൊതുവിദ്യാഭ്യാസം മുന്നേറുകയാണ്. ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന കേരള മോഡലായി. പ്രതിസന്ധിയിലും വികസന പദ്ധതികൾക്ക് തടസ്സം വരുത്താതെ, ക്ഷേമ പദ്ധതികൾക്ക് മുടക്കം വരുത്താതെയുമുള്ള സർക്കാരിന്റെ മുന്നേറ്റത്തിന് ജനപിന്തുണ തന്നെയാണ് കരുത്തു പകരുന്നത്. പുതുവർഷത്തിലും സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി, ജനവിശ്വാസം സർക്കാരിന് വേണ്ടിയും നിലകൊള്ളുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ പ്രിയകേരളം ഇവിടെ സമാപിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും prd programproducer@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലൂടെ അറിയിക്കുക. നന്ദി, നമസ്കാരം.